തമിഴ് സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ സംവിധായകൻ ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് കെ ഭാരതിയുടെ മരണവാർത്ത മലയാളികൾക്കും തീരെ വേദനയാകുന്നു. കോഴിക്കോട് സ്വദേശി നന്ദനയാണ് മനോജിൻ്റെ ഭാര്യ. തൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് ഇനി ഒപ്പമില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ നന്ദനയ്ക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. നന്ദനയാണ് തൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മനോജ് പറഞ്ഞിരുന്നു. എന്നാൽ പ്രണയിച്ച് കൊതിതീരും മുൻപേ പ്രിയപ്പെട്ടവളെ തനിച്ചാക്കി മനോജ് യാത്രയായി. നന്ദനയെ മനസ്സിലായില്ലേ? കുഞ്ചാക്കോ ബോബൻ്റെ നായികയായി സ്നേഹിതൻ, സ്വപ്നം കണ്ട തുലാഭാരം, സേതുരാമയ്യർ, CBI, ചതിക്കാത്ത ചന്തു, കല്യാണ കുറുമാനം തുടങ്ങിയ സിനിമകൾ അഭിനയിച്ച അതേ നന്ദന തന്നെയാണിത്. നന്ദനയുടെയും മനോജിൻ്റെയും പ്രണയവിവാഹമായിരുന്നു. 2 വർഷത്തെ പ്രണയവും 19 വർഷത്തെ ദാമ്പത്യ ജീവിതവും വളരെ മനോഹരമായിരുന്നു. സാധുരിയാൻ എന്ന തമിഴ് ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ചപ്പോഴാണ് പ്രണയം മുളച്ചത്. മനോജിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് നന്ദനയുടെയും മനോജിൻ്റെയും പ്രണയത്തെക്കുറിച്ച് അറിയാം. നന്ദനയെ കണ്ടപ്പോൾ തന്നെ മനോജിന് പ്രണയം തോന്നി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതിനുശേഷം എനിക്കും അവൾക്കൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ബെഡിലിരിക്കുമ്പോൾ ഞാൻ തോളിൽ കൈവയ്ക്കണം, എന്നാൽ എനിക്ക് കൈവയ്ക്കാൻ കഴിഞ്ഞില്ല. 3-4 ടേക്ക് പോയി. അവൾ കൺഫ്യൂസ്ഡായി. എന്താണ്, ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് അവൾ തോളിൽ വെച്ചു. എനിക്ക് നെഞ്ചിടിപ്പായി. പ്രണയം മനസ്സിലുണ്ട്, പറയാൻ കഴിയുന്നില്ല. ഫൈനൽ ഷെഡ്യൂളിൽ അവൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. പോണ്ടിച്ചേരിയിൽ വെച്ചുള്ള ഒരു ഗാനരംഗമായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് പാക്കപ്പായി തിരിച്ചു പോകുമ്പോൾ എനിക്ക് നിരാശയായി. ഇനി എന്നാണ് കാണുക? പോകുന്ന സമയത്ത് കാറിൽ കയറുന്നതിന് മുൻപ് അവൾ എന്നെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നു. പിന്നീട് മെസ്സേജുകൾ അയച്ചു. പിന്നെ ഫോൺ വിളിയായി. ഒരു ദിവസം അവൾ പറഞ്ഞു, ഈ ബന്ധം മുന്നോട്ട് പോയാൽ ശരിയാവില്ലെന്ന്. അപ്പോൾ മനോജ് പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അപ്പോൾ നന്ദന കരയാൻ ആരംഭിച്ചു. നന്ദനയുടെ അമ്മയോട് ഫോണിൽ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ അവളുടെ അച്ഛനോട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കൂ. എൻ്റെ വീട്ടിൽ അച്ഛനോട് മഹേഷ് എന്ന കൂട്ടുകാരാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അച്ഛൻ ഭാരതിരാജ തന്ത്രശാലിയായിരുന്നു. അച്ഛൻ അമ്മയോടും സഹോദരിയോടും ബന്ധുക്കളോടും പെണ്ണിനെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പറഞ്ഞു. അക്കാര്യം എനിക്കറിയില്ലായിരുന്നു. കോഴിക്കോട് നന്ദനയുടെ വീട്ടിൽ പോയപ്പോൾ എല്ലാവരുടെയും മനസ്സ് മാറി. നന്ദനയുടെ അച്ഛൻ്റെ ബന്ധുക്കൾ ആർമിയിലാണ്. അമ്മയുടെ ബന്ധുക്കൾ പഠിച്ചവരും ഉയർന്ന ഉദ്യോഗസ്ഥരുമാണ്. എൻ്റെ പെരിയപ്പ അച്ഛനെ വിളിച്ച്, ഈ പെൺകുട്ടിയേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ നിൻ്റെ മകന് ഇനി ലഭിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ നന്ദനയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ തുടക്കത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭാഷ വേറെ, സംസ്കാരം വേറെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നന്ദനയുടെ വീട്ടുകാർ എതിർത്തു. പക്ഷേ വിവാഹം കഴിക്കുകയാണെങ്കിൽ മനോജിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് നന്ദന വാശി പിടിച്ചു. അങ്ങനെ അവസാനം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ 2006 മനോജിൻ്റെയും നന്ദനയുടെയും വിവാഹം നടന്നു. സ്നേഹസ്വരബലമായ 19 വർഷത്തെ ജീവിതം, 2 പൊന്നോമനകൾ. ഇതിനിടയിൽ മാർച്ച് 7-ന് ഹൃദയവാൽവിന് പ്രശ്നമുണ്ടെന്നറിഞ്ഞ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് മനോജ് വിശ്രമത്തിലായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തെ മരണം കവർന്നെടുത്തത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, 1999 താജ്മഹൽ എന്ന പ്രണയചിത്രത്തിലെ പാട്ടുകളിൽ മനോഹരമായി അഭിനയിച്ച് കസറുന്ന മനോജ് എന്ന ആ ചെറുപ്പക്കാരനെ. നന്ദനയെ പ്രണയിച്ചു കൊതിതീരാതെ കടന്നുപോയ മനോജ് എന്ന അതുല്യ കലാകാരൻ്റെ ആത്മാവിന് GPS മീഡിയ നിത്യശാന്തി നേർന്നുകൊള്ളുന്നു.